പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. കലോത്സവത്തിന്റെ വിജയം കൂട്ടായ്മയുടെ വിജയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു. പരാതിരഹിത കലോത്സവമായി ഈ കലോത്സവം മാറിയെന്നും മന്ത്രി പറഞ്ഞു. 19 കമ്മിറ്റികളും വളരെ നന്നായി പ്രവർത്തിച്ചു. ഭക്ഷണ കമ്മിറ്റി പ്രശംസ പിടിച്ചുപറ്റിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമാപന സമ്മേളനം കൃത്യം 5 മണിക്ക് തന്നെ ആരംഭിച്ചു. മാധ്യമങ്ങൾ നൽകിയ പിന്തുണയെ അഭിനന്ദിക്കുന്നു. അടുത്ത വർഷം ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിന്റെ നടപടിക്രമങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു. ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഒരു കൗമാരമേള ഇല്ല എന്നും മന്ത്രി പറഞ്ഞു. അച്ചടക്കം പാലിക്കാനാകുന്നത് എന്നത് തന്നെ വലിയ നേട്ടമാണ്. 30,000 പേരാണ് സമാപന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു പ്രതിഷേധം പോലും അവിടെ ഉണ്ടായില്ല. കലോത്സവ മാനുവലിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നു. സ്കൂൾ തല മത്സരത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും കലാമത്സരത്തിൽ പങ്കെടുക്കാനാകണമെന്നും മന്ത്രി പറഞ്ഞു. വലിയ ചിലവ് വരുന്ന മത്സര ഇനങ്ങളിലും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനാകണമെന്നും അതിനുള്ള സഹായം ഉറപ്പിക്കുന്ന കാര്യം പരിശോധിക്കും. തദ്ദേശീയ കലകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. വിദേശികളടക്കം പാരമ്പര്യ കലകൾ കാണാനെത്തി. നാടകത്തിന് വലിയ ആസ്വാദകരാണ് ഉണ്ടായത്. നാടകത്തിൽ ഒരുപാട് ആശയങ്ങൾ ഉയർന്നു വന്നു. വർത്തമാന രാഷ്ട്രീയ സംഭവങ്ങൾ കുട്ടികൾ ഭംഗിയായി അവതരിപ്പിച്ചു. അടുത്ത സ്കൂൾ കലോത്സവം ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു ജില്ലയിൽ വെച്ച് നടത്തണമെന്ന് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.